നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ ഹക്കായ മതം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരും പറയുന്നവരുമാണ്. പക്ഷേ മറ്റൊരു മതക്കാരെ ചീത്ത പറയാത്തവരും അവരെ പരസ്യമായി ആക്ഷേപിക്കാത്തവരും ആണ്. നാം ആരെയും ചീത്ത പറയുന്നവർ അല്ല, തെറി പറയുന്നവർ അല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് കേരള യാത്രയുടെ 3ാമത്തെ ദിവസമാണ്. മനുഷ്യർക്കൊപ്പം എന്ന ഒരു പ്രമേയത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കേരള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഈ ഒരു അവസരത്തിൽ 1000 നന്ദി ഞാൻ അറിയിക്കണം. ഉസ്താദ് ഒരു കാര്യം പറയുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. അതായത് നമ്മളെല്ലാവരും മുസ്ലിമുകളാണ്, മുസ്ലിമായ ആളുകൾ ഏകദൈവ വിശ്വാസികളാണല്ലോ. അപ്പോൾ അവർ മറ്റു മതസ്ഥരെ കൊല്ലാനോ കൊലവിളിക്കാനോ അല്ലെങ്കിൽ ചീത്ത വിളിക്കാനൊന്നും പഠിപ്പിക്കുന്നില്ല, നമ്മളാരും അങ്ങനെ ചെയ്യുന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നതായി കണ്ടു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് തന്നെ. അതായത് ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കൊല്ലാനും കൊലവിളിക്കാനും ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ല, ഖുർആനിൽ അങ്ങനെ പറയുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് വരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളും കാന്തപുരം ഉസ്താദും ഒക്കെ പഠിപ്പിക്കുന്നത്, ഓരോ മക്കളെയും പഠിപ്പിക്കുന്നത് വർഗീയത ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ സ്വന്തം അമ്മയും പങ്ങളെ തിരിച്ചറിയാനും അതുപോലെ ലഹരിക്ക് അടിമയാകാതിരിക്കാനും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയും വലിയ മതപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയ മതപണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളാണോ ഉൾക്കൊള്ളേണ്ടത്, അതോ മതം വിട്ടുകൊണ്ട് ആ മതത്തിനെ കുറിച്ച് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? എന്തായാലും ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കേരള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നേക്ക് 3ാമത്തെ ദിവസമാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നേക്ക് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ എനിക്ക് വന്ന ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇടാറുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് പറയാനുള്ളത്, വിമർശനം പലതുമാകാം, പക്ഷേ വിശ്വാസികളെ അവിശ്വാസിയാക്കുന്ന രീതിയിലുള്ള വിമർശനം വന്നു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അവിശ്വാസിയായ ആൾ പറയണത് തന്നെ സത്യം അല്ലെങ്കിൽ അത് തന്നെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതും ഒട്ടും ശരിയല്ല. അതിന് അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ എന്തായാലും ഞാനും മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രമേയത്തിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. അല്ലാതെ ഒരു വിശ്വാസിയെ അവൻ്റെ വിശ്വാസങ്ങളെ തച്ചടിക്കുന്ന രീതിയിൽ അവൻ്റെ വിശ്വാസങ്ങളൊന്നും വിശ്വാസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് വിമർശിച്ച് പൊതുസമൂഹത്തിലേക്ക് വരുന്ന ആളുകളോട് എനിക്കൊന്നും സംസാരിക്കാനുമില്ല. ഇത് ഞാൻ ഒരുപാട് സമയമെടുത്തു ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ആ ഒരു പ്രമേയത്തിലേക്ക് കൂടെ തന്നെയാണ് ഞാനും പോകുന്നത്. മനുഷ്യരെ തിരിച്ചറിയുന്ന ഇടത്ത് തന്നെയാണ് ഞാനും ഉണ്ടാവുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.